പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. വല്ലാത്തൊരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ഓരോ ദിവസവും രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്നത് ഭീതിയോടുകൂടെയാണ് എന്ന് പറയേണ്ടതായി വരുന്നു. കാരണം നാം ഓരോ ദിവസവും രാവിലെ കേൾക്കുന്നതായ വാർത്തകൾ നമ്മെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. നാളിതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഭയാനകമായ വാർത്തകൾ ഓരോ ദിവസവും നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. വളരെ ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ വാർത്തകളിൽ ഇടം പിടിക്കുന്നു. കൊല്ലും കൊലയും ഒന്നും പുതുമയില്ലാത്ത വാർത്തകളായി മാറുന്നു. കുറ്റകൃത്യങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കുമ്പോൾ തന്നെ അതേ ശാസ്ത്രത്തിൻ്റെ സഹായത്തോടുകൂടെ കുറ്റകൃത്യങ്ങൾ എങ്ങനെ തെളിവില്ലാതെ ചെയ്യാം എന്നുള്ളതും ശാസ്ത്രീയമായി ആളുകൾ കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു കെട്ടകാലത്ത് നാം ജീവിക്കുന്നു. അക്രമങ്ങളും കൊലപാതകങ്ങളും ഒക്കെ പഴയ കാലത്ത് രാത്രിയുടെ മറവിൽ ഇരുളിൽ നടന്നിരുന്നതാണെങ്കിൽ ഇന്ന് അത് പട്ടാപ്പകൽ നടത്തപ്പെടുന്നു. അത്രമാത്രം ഭയാനകമായ സാഹചര്യത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. രാവിലെ സമയത്ത് നാം ഉണർന്നെഴുന്നേൽക്കുന്നത് വളരെയധികം ഭീതിയോടുകൂടെയാണ്. ഇന്നത്തെ വർത്തമാന പത്രം വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് രാവിലെയുള്ള വാർത്താമാധ്യമങ്ങൾ നാം തുറന്നു നോക്കുമ്പോൾ എന്തൊക്കെയാണ് നാം കാണേണ്ടി വരിക എന്നുള്ള ഭീതിയോടുകൂടെയാണ് പ്രഭാതത്തിൽ നാം കിടക്ക വിട്ടെഴുന്നേൽക്കുന്നത്. ഇത്രമാത്രം ഭയാനകമായ ഈ സാഹചര്യങ്ങൾക്ക് ഇനിയും ഒരറുതി ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും ആരെയും ഭയമില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. പ്രത്യേകിച്ച് മനുഷ്യന് ദൈവത്തോടുള്ള ഭയം നിശേഷം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് കുട്ടികൾക്ക് അധ്യാപകരോട് ബഹുമാനം ഉള്ളപ്പോൾ തന്നെ വളരെ വലിയ ഭയമായിരുന്നു. ആ ഭയമുള്ളത് കൊണ്ട് അവരെ അനുസരിക്കുകയും പഠിപ്പിക്കുന്ന പാഠങ്ങളൊക്കെ നന്നായി പഠിക്കുകയും ചെയ്യുന്നൊരു കാലമായിരുന്നു അത്. അധ്യാപകരോടെന്ന പോലെ തന്നെ പ്രായമുള്ളവരോടൊക്കെ ഒരു ബഹുമാനം തോന്നിയിരുന്ന ഒരു സമയമായിരുന്നു അത്. മാതാപിതാക്കൾ പറയുന്നതിനപ്പുറത്ത് കുട്ടികൾ പോവുകയില്ലായിരുന്നു. ആ ഒരു കാലത്തിൻ്റെ പ്രത്യേകതയായിരുന്നു അത്. എന്നാൽ ഇന്ന് സ്ഥിതിയെല്ലാം മാറിപ്പോയിരിക്കുന്നു. കുട്ടികൾക്ക് അമിത സ്വാതന്ത്ര്യം കൊടുത്തു. കുട്ടികൾക്ക് മാതാപിതാക്കളോട് സ്നേഹമോ ബഹുമാനമോ അനുസരണയോ ഇല്ലാത്തൊരു കാലത്ത് നാം ജീവിക്കുന്നു. പല ഭവനങ്ങളിലും മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ ഭയമാണ്. അവരടുത്ത നിമിഷം എന്താണ് ചെയ്യുന്നത്, ഒരുപക്ഷെ മാതാപിതാക്കളെ കൊന്നുകളയുക പോലും ചെയ്യുന്ന ഒരു കാലത്ത് നാം ആയിരിക്കുന്നു. അത്രമാത്രം ഭയാനകമായ ഒരു സാഹചര്യത്തിൽ ഓരോ ദിവസവും രാവിലെ കണ്ണു തുറക്കുന്നത് വളരെ വലിയ സന്ദേഹത്തോടെയാണ്. ഇന്നെന്താണ് കാണേണ്ടി വരിക, ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയുടെ സ്ഥാനത്ത് എന്താണ് ഇടം പിടിക്കുക എന്നിത്യാദി കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ വാസ്തവത്തിൽ ഭീതിയോടുകൂടെയാണ് നാം ഓരോ ദിവസവും രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്നത്. ഇത്രമാത്രം ഭീതിജനകമായൊരു കാലത്ത് നമ്മുടെ മനസ്സിന് സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു കാര്യം ദാവീദ് രാജാവ് 17-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. ഇന്ന് രാവിലെ അത് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 17-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ താൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. നാം രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് ആശ്വാസം നൽകുന്ന, സന്തോഷം നൽകുന്ന, പ്രത്യാശ നൽകുന്ന, ധൈര്യം നൽകുന്ന ഒരു കാര്യമാണ് ദാവീദ് രാജാവ് ഇവിടെ പറയുന്നത്. നാം ഉണരുന്നതായ സമയത്ത് വാസ്തവത്തിൽ എന്താണ് നാം കാണാറുള്ളത്? തലേ ദിവസം ഒരുപക്ഷെ നാം കേട്ടതായ ഭീതിജനകമായ ഏതെങ്കിലും ഒരു വാർത്ത നമ്മുടെ മനസ്സിലേക്ക് രാവിലെ കടന്നു വന്നിരിക്കാം. അതുമല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായ ക്ഷീണത്തെ സംബന്ധിച്ചോ രോഗത്തെ സംബന്ധിച്ചോ ഉള്ള ദയനീയമായ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വന്നിരിക്കാം. നമ്മുടെ ഇല്ലായ്മകളെപ്പറ്റിയോ വല്ലായ്മകളെപ്പറ്റിയോ ഒക്കെയുള്ള വല്ലാത്ത നൊമ്പരപ്പെടുത്തുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിരിക്കാം. അങ്ങനെ പല വിധത്തിലുള്ള നൊമ്പരപ്പെടുത്തുന്ന ചിന്തകൾ നിമിത്തം നമ്മുടെ മനസ്സ് വല്ലാതെ പ്രക്ഷുബ്ധമായി, വല്ലാതെ സങ്കടകരമായൊരു സ്ഥിതിയിലാണ് മിക്ക ദിവസങ്ങളിലും ഉണർന്നു വരുന്നത് എന്നുള്ളത് സമ്മതിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ദിവസം ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം മാറ്റിയിട്ട് കർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ട് ഉണരുവാൻ നമുക്ക് സാധിക്കുമോ പ്രിയമുള്ളവരെ? സർവ്വ അഖിലാണ്ടത്തെ നിർമ്മിച്ച
തേജോരൂപിയായ ആ കർത്താവിൻ്റെ മഹത്വം കാണുവാനും തേജസ് കാണുവാനും നമുക്ക് സാധിക്കുമോ? നമ്മുടെ ബാഹ്യമായ കണ്ണുകൾ അടച്ചിട്ട് നമ്മുടെ ആന്തരികമായ കണ്ണുകൾ ഇന്ന് രാവിലെ ഒന്ന് തുറന്ന് ആ സ്നേഹസ്വരൂപനായ കർത്താവിൻ്റെ തേജസ്സേറിയ മുഖം നമ്മുടെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് ഒന്ന് കണ്ടുകൊണ്ട് ഉണരുവാൻ ഇന്ന് രാവിലെ സാധിക്കുന്നുവെങ്കിൽ നാം തൃപ്തരായിട്ട് ഉണർന്നെഴുന്നേറ്റ് വരും എന്ന് ദൈവവചനം നമ്മോട് പറയുകയാണ്. അതാണ് ദാവീദ് രാജാവ് പറയുന്നത്, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും എന്നെഴുതിയിരിക്കുന്നു. നമുക്ക് തൃപ്തി നൽകുന്ന ആ രൂപത്തെ നമ്മുടെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് ഒന്ന് കാണുവാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെയെങ്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് സന്തോഷമായിട്ട് ഉണർന്നെഴുന്നേറ്റ് വരുവാൻ ഇടയായിത്തീരും. നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന, നമ്മുടെ സമാധാനത്തെ തകർത്ത് കളയുന്ന, നമ്മെ വല്ലാത്ത ചിന്താക്കുഴപ്പത്തിലാക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് നമ്മുടെ സ്നേഹസ്വരൂപനായ ദൈവത്തിൻ്റെ തേജസ് ഒന്ന് കണ്ടുകൊണ്ട് ഉണർന്നെഴുന്നേൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്ന് രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്നതായ ഈ സമയത്ത് ആ തേജോരൂപിയായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, ആ സിംഹാസനത്തിനരികിലേക്ക് ഓരോ പടി കയറി കയറി അടുത്തേക്ക് ചെല്ലുന്ന ഒരനുഭവം നമുക്കുണ്ടാകുവാൻ ഇടയായിത്തീരട്ടെ. അങ്ങനെ ഏറ്റവും തേജോരൂപിയായ ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെന്ന് സിംഹാസനത്തിൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ പിതാവായ ദൈവത്തോട് നമ്മുടെ ഹൃദയം തുറന്ന് സംസാരിക്കുവാൻ, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ മടികൂടാതെ അങ്ങോട്ട് പറയുവാൻ നമുക്ക് സാധിക്കും. അതിനുള്ള അനുവാദം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആ അനുവാദമാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. അതിനായിട്ടാണ് ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. ക്രിസ്തുവേശുവിലൂടെ പിതാവാം ദൈവത്തിൻ്റെ അരികിൽ ചെന്ന്, കൃപാസനത്തിൻ്റെ അരികിൽ ചെന്ന് അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് സുപുത്രത്വത്തിൻ്റെ ആത്മാവോടെ നമ്മുടെ മനസ്സ് തുറന്ന് കർത്താവിനോട് സംസാരിക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയിക്കുവാൻ, അവിടുത്തെ തേജസ് കാണുവാൻ, അവിടുത്തെ വാക്കുകൾ, അവിടുത്തെ വചനങ്ങൾ കേൾക്കുവാൻ നമുക്ക് അനുവാദമുണ്ട്. അതിനാണ് ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കിടക്ക വിട്ടെഴുന്നേൽക്കുന്നതിന് മുൻപായി ഈ പിതാവാം ദൈവത്തിൻ്റെ അരികിൽ ചെന്ന് ആ തേജസ് കാണുവാൻ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞതിന് ശേഷം ഈ കിടക്ക വിട്ടെഴുന്നേൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ദാവീദ് രാജാവ് പറയുന്നത് പോലെ, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും എന്നെഴുതിയിരിക്കുന്നത് പോലെയുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതാണ് ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് നമുക്ക് സാധിക്കുമോ എന്നുള്ളത് ദൈവം നമ്മോട് ചോദിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ പ്രശ്നമുഖരിതമായ, സങ്കടകരമായ, സംഘർഷഭരിതമായ കാര്യങ്ങൾ കേട്ടുകൊണ്ട് നമ്മുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ച് നാം നമ്മുടെ സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടപ്പെടുത്തി നിരാശയോടുകൂടെ കിടക്ക വിട്ട് എഴുന്നേറ്റ് വരുന്നതിന് പകരമായി ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തിൻ്റെ അരികിലേക്ക് ചെന്ന് ആ തേജോപുഞ്ചത്തെ കണ്ടുകൊണ്ട് നമ്മുടെ ഹൃദയം തുറന്ന് ആ ദൈവത്തോട് സംസാരിച്ച് നമ്മുടെ ഓരോരോ ആവശ്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പകർന്ന് അവിടുന്ന് നമ്മോട് സംസാരിക്കുന്ന ശബ്ദവും കേട്ടുകൊണ്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും രാവിലെ എഴുന്നേറ്റ് വരുന്നുവെങ്കിൽ എത്രയോ സന്തോഷകരമായ ഒരു ദിവസമാക്കി ഇന്നത്തെ ദിവസം നമുക്ക് മാറ്റുവാൻ സാധിക്കും. നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നതും നാം എവിടെയൊക്കെയാണ് പോകേണ്ടതെന്നും എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നും എല്ലാം ദൈവം നമ്മോട് അരുളി ചെയ്യുന്നു. ആ ശബ്ദം കേട്ടുകൊണ്ട് കർത്താവിൻ്റെ രൂപം കണ്ട് തൃപ്തനായിട്ട് ഉണർന്നെഴുന്നേറ്റ് വരുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവർക്കും അതിനിടയായിത്തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ അനുഗ്രഹകരമായ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ പ്രശ്നകലുഷിതമായിട്ടുള്ള, സമാധാനം നഷ്ടപ്പെടുത്തുന്ന, സന്തോഷം നഷ്ടപ്പെടുത്തി നിരാശയിലേക്ക് തള്ളിവിടുന്ന അനേക സംഭവങ്ങൾ ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ എല്ലാ ദിവസവും കേൾക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സ് വിഷമിച്ച് ഞങ്ങൾ രാവിലെ കിടക്ക വിട്ട് എഴുന്നേറ്റ് വരുന്നതായ സാഹചര്യത്തിൽ കർത്താവെ, ഞങ്ങളുടെ സമാധാനവും സന്തോഷവും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് അവിടുത്തെ മുഖം കണ്ടുകൊണ്ട്, അവിടുത്തെ തേജസ് കണ്ടുകൊണ്ട്, അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയം തുറന്ന് അങ്ങോട്ട് സംസാരിക്കുവാനും ക്രിസ്തുവേശുവിലൂടെ അവിടുത്തെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് കിടക്ക വിട്ട് എഴുന്നേറ്റ് വരുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവിടുത്തെ രൂപം കണ്ട് തൃപ്തരായി എഴുന്നേൽക്കുവാൻ ഇന്നത്തെ ദിവസം മുഴുവൻ കർത്താവേ, ആ രൂപം ഞങ്ങളുടെ മനസ്സിൽ നൽകുന്ന ആ വലിയ പ്രതീക്ഷയും
പ്രത്യാശയും തൃപ്തിയും അനുഭവിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം മുഴുവൻ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവർക്കും ആ അനുഭവം ഉണ്ടാകുവാൻ അവിടുന്ന് സഹായിക്കണമേ. ആർക്കെങ്കിലും അതിന് സാധിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ കർത്താവെ, അവരെ അവിടുന്ന് സന്ദർശിക്കുകയും ക്രിസ്തുവേശുവിലൂടെയുള്ള രക്ഷ കണ്ടെത്തി അവിടുത്തെ വകയായി തീർന്ന് അവിടുത്തെ മുഖത്തേക്ക് നോക്കി ജീവിപ്പാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. നിന്റെ എല്ലാ നടത്തിപ്പും എന്റെ ഭാഗ്യമിഴവല്ലോ. നിന്റെ എല്ലാ നടത്തിപ്പും എന്റെ ഭാഗ്യ